സ്പെയിനിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇസഡോർ ജനിച്ചത്. അവൻ്റെ മാതാപിതാക്കൾ കർഷക വേലക്കാരായിരുന്നു. അതായത് നമ്മുടെ കുടിയാന്മാരെ പോലെ ഒരു വലിയ ഭൂ ഉടമയുടെ വയലിൽ ജോലി ചെയ്യുന്നവരായിരുന്നു അവർ. ഇസഡോർ ചെറുപ്പത്തിൽ തന്നെ ഭക്തനും പ്രാർത്ഥനയിൽ വളരെ നേരം ചെലവഴിച്ചിരുന്ന ഒരു കുട്ടിയുമായിരുന്നു. അവന് പ്രായപൂർത്തിയായപ്പോൾ അവൻ വിവാഹം കഴിച്ചു മരിയ തോർബിയ എന്നൊരു പെൺകുട്ടിയെ. അവർക്ക് ഒരു ആൺകുട്ടി പിറന്നു. പക്ഷേ ഏറെ നാൾ കഴിയും മുമ്പ് അവൻ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോയി. വളരെയേറെ സമയം പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞിരുന്ന ഇസഡോർ അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ ജോലിയിൽ ഏർപ്പെട്ടിരുന്നുള്ളൂ. ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് അദ്ദേഹത്തോട് അസൂയയും ദേഷ്യവുമായി. അവർ യജമാനോട് കംപ്ലയിൻ്റ് ചെയ്തു, പരാതിപ്പെട്ടു. ഇവൻ ജോലിയിൽ അലസനാണ്, മടിയനാണ്, അവനവൻ്റെ ജോലിയൊന്നും ചെയ്തു തീർക്കുന്നില്ല എന്ന്. ഇതേപ്പറ്റി അന്വേഷിക്കാനായി അതിരാവിലെ ഒരു ദിവസം മുതലാളി പാടത്തു വന്ന് നോക്കിയപ്പോൾ ഇസഡോറിന് വേണ്ടി ഇസഡോറിൻ്റെ വയലെല്ലാം 2 മാലാഖമാർ ഉഴുതു മറിക്കുന്നതാണ് കണ്ടത്. മറ്റൊരവസരത്തിൽ ഇസഡോർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടുകുത്തി വയലിനടുത്ത് മാലാഖമാർ അവരുടെ ജോലികളൊക്കെ ചെയ്യുകയാണ്. ഈ അത്ഭുതങ്ങൾ കണ്ട യജമാനൻ പിന്നീട് ഒരിക്കലും മറ്റുള്ളവരുടെ പരാതികൾക്ക് ചെവി കൊടുക്കാതെയായി. 1113 ഇസഡോർ ദിവംഗതനായി. അദ്ദേഹം ഒരു നല്ല കർഷക തൊഴിലാളിയായിട്ട് തന്നെ ജീവിച്ചു. ഓരോ ധ്യാനവും, ഓരോ ധാന്യവും, ഓരോ തുള്ളി വെള്ളവും ദൈവത്തിന് ദാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്കൂൾ വിദ്യാഭ്യാസമോ മറ്റ് യാതൊരുവിധ യോഗ്യതകളോ ഇല്ലായിരുന്ന അദ്ദേഹം ദൈവത്തിലാണ് ശരണം കണ്ടത്. തൻ്റെ ജോലിയെ പ്രാർത്ഥനയായിട്ട് അദ്ദേഹം കണ്ടു. അതുപോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു നായ ഉണ്ടായിരുന്നു. ആ നായ അദ്ദേഹത്തോടൊപ്പം സന്തത സഹചാരിയായി എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും യാചകർ എന്തെങ്കിലും യാചിച്ചുകൊണ്ട് ഇസഡോറിൻ്റെ അടുത്ത് വരുമ്പോൾ ഇസഡോറിൻ്റെ കയ്യിലൊന്നും കാണുകയില്ല. അപ്പോൾ ഇസഡോർ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. കുറേ കഴിയുമ്പോൾ ഈ നായ എവിടെ നിന്നോ കുറച്ച് ബ്രെഡും വെള്ളവും കൊണ്ടുവരും. അത് ഈ ധർമ്മക്കാർക്കും യാചകർക്കും കൊടുക്കും. അങ്ങനെ ഇസഡോർ മരിച്ചു. 1622 ഗ്രിഗോറി 15 മാർപ്പാപ്പ അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിയ തോർബിയയും വിശുദ്ധയാണ്. കർഷകരുടെയും കൃഷിക്കാരുടെയും എല്ലാം മധ്യസ്ഥനായിട്ടാണ് സെയിൻറ്റ് ഇസഡോർ അറിയപ്പെടുന്നത്. നമുക്കെല്ലാം അനുകരിക്കാവുന്ന ഒരു ജീവിതമാണ് സെയിൻറ്റ് ഇസഡോറിൻ്റേത്. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരമില്ല, പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഗുണം എന്നൊക്കെ ചിന്തിക്കുന്നവരും വളരെയേറെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ വ്യാപൃതരുമാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച സെയിൻറ്റ് ഇസഡോർ യഥാർത്ഥ സന്തോഷവും സ്നേഹവും ദൈവസ്നേഹത്തിലും പരസ്നേഹ പ്രവൃത്തികളിലൂടെയും അദ്ദേഹം ഈ ലോകത്തിലെ ജീവിതം ധന്യമാക്കി അങ്ങനെ വിശുദ്ധനായി തീർന്നു.